മൊബൈൽ ഏത് സമയത്തും കുട്ടികളുടെ കയ്യിൽ തന്നെയാണല്ലേ. കുട്ടികൾ മൊബൈലിന്റെ അകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് വല്ല പിടിപാടും ഉണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കുട്ടികൾ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇത് എല്ലാ മൊബൈലിലും വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അത് വർക്കിംഗ് അല്ലാത്ത മൊബൈലിൽ ഞാൻ ഒരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തി തരാം. വളരെ വ്യക്തമായിട്ട് ഇതിലൂടെയും നമുക്ക് കുട്ടികൾ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റിയൽമി, റെഡ്മി പോലുള്ള മൊബൈലുകളിൽ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. *#4636#*#* ഉടനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സോർട്ട് ബൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണ്, ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേറ്റിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ഈ കോഡ് വർക്ക് ചെയ്യാത്ത മൊബൈലിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാം. കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇതിന് പെർമിഷൻ ഒന്നും കൊടുക്കണ്ട. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ കാണിക്കും. ഇതുവരെയായിട്ടും നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും എത്ര മിനിറ്റൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. എത്ര മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ബാക്ക് വന്നിട്ട് ഇവിടെ ഇന്നത്തെ ആപ്ലിക്കേഷൻ, അതായത് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കും. ഏത് ടൈമിനാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ഓരോ ആപ്ലിക്കേഷൻ എത്ര പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതായത് ഇവിടെ ടൈം ഓപ്പൺ എന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും എത്ര പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ. ക്യാമറ 35 ടൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഗാലറി 31 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വാട്സാപ്പ് ഇവിടെ 24 ടൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും എത്ര ടൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ഏതൊക്കെ സമയത്താണ് ഓപ്പൺ ചെയ്തത് അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ഡേയ്സ് ആവറേജ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ബേസിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 7-ാം തീയതി എന്തൊക്കെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തത് അത് അവിടുത്തെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ദിവസം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർ എന്തൊക്കെയാണ് മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഓരോ ആപ്ലിക്കേഷൻ, ഗെയിം ആണെങ്കിൽ ഗെയിം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ്, അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവർ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര സമയം അതിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.